നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയെ കുറിച്ചിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 10 ഫാക്റ്റുകളാണ്. നിലവിൽ നമ്മൾ കാസർഗോഡ്, കണ്ണൂര്, വയനാട്, അതുപോലെ മലപ്പുറം ഈ ജില്ലകളെ കുറിച്ചാണ് ടോപ്പ് 10 ഫാക്റ്റുകൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയെ കുറിച്ച് ഇനി ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നിലവിൽ കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കാണ്. ഏതാണ്ട് 1,00,000 മുകളിലെ വ്യൂസ് ആണ് മലപ്പുറം ജില്ലയെ കുറിച്ച് ചെയ്ത വീഡിയോയ്ക്കുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തായാലും കോഴിക്കോടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് കേരളത്തിലെ 3ാമത്തെ പ്രധാനപ്പെട്ട നഗരമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. തിരുവനന്തപുരവും കൊച്ചിയും കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരം കോഴിക്കോടാണ്. രണ്ടാമത്തെ ഫാക്ട്, കോഴിക്കോട് ജില്ല ഹൽവയ്ക്കും ചിപ്സിനും ബിരിയാണിക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജില്ലയാണ്. മൂന്നാമത്തെ ഫാക്ട്, കേരളത്തിലെ തന്നെ ജില്ലകളിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച ഓട്ടോറിക്ഷ സർവീസ് ലഭിക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. മറ്റ് പല ജില്ലകളിലുമുള്ള പരാതികൾ പോലെ, ആക്ഷേപം പോലെ കഴുത്തറപ്പൻ രീതികളും അല്ലെങ്കിൽ റേറ്റ് കൂട്ടി വാങ്ങുന്ന രീതികളും ഒക്കെ താരതമ്യേന വളരെ കുറവാണ് കോഴിക്കോട് ജില്ലയിൽ. മാത്രമല്ല ട്രാഫിക് നിയമങ്ങൾ ഏകദേശം പാലിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലുള്ള ഏകദേശമുള്ള ഓട്ടോറിക്ഷക്കാരും പ്രവർത്തിക്കുന്നത്. നാലാമത്തെ ഫാക്ട്, കേരളത്തിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലെയും പോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഗൾഫ് മണി തന്നെയാണ്. അതിന്റെ ഒരു സ്വാധീനം ആ ജില്ലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗൾഫ് സംസ്കാരവും അറബി ഭാഷയും അതുപോലെ തന്നെ അവരുടെ ജീവിത രീതിയും എല്ലാം തന്നെ കോഴിക്കോട് ജില്ലയിലെ ജനങ്ങളെയും ജീവിതത്തെയും സംസ്കാരത്തെയും ഒക്കെ വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ളത് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. അഞ്ചാമത്തെ ഫാക്ട്, ഒരുപാട് കലാ സാംസ്കാരിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയ ഒരു ജില്ലയാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് സിനിമാ രംഗത്തേക്ക് ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച ഒരു നാട് കൂടിയാണ് കോഴിക്കോട്. ഉദാഹരണത്തിന് നിത്യദാസ്, അതുപോലെ അനൂപ് മേനോൻ, രഞ്ജിത്ത്, നമുക്കറിയാം ഡയറക്ടർ, കേരളത്തിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡയറക്ടറാണ് രഞ്ജിത്ത്. അതുപോലെ മലയാള സിനിമയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ച സന്തോഷ് പണ്ഡിറ്റ്, അതുപോലെ കുതിരവട്ടം പപ്പു, ബാബുരാജ്, പിന്നെ മാമു കോയ, VM വിനു, അതുപോലെ TA റസാക്ക്, സുധീഷ്, സിനിമാ നടനായിരുന്ന സുധീഷ്, നാരായണൻ നായർ, അതുപോലെ ബാലങ്കെ നായർ, IV ശശി, അതുപോലെ ജോമോള്, അങ്ങനെ മധുപാൽ, അതുപോലെ തന്നെ നമുക്കറിയാം മലയാള സിനിമയിലെ വളരെ വലിയൊരു സ്ഥാനം വഹിച്ചിട്ടുള്ള KP ഉമ്മർ, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പില്ല. അങ്ങനെ നിരവധി വളരെ പ്രശസ്തരായിട്ടുള്ള നടീനടന്മാരെയാണ് മലയാള സിനിമയ്ക്ക് കോഴിക്കോട് ജില്ല സമ്മാനിച്ചിട്ടുള്ളത്. ആറാമത്തെ ഫാക്ട്, കോഴിക്കോട് ജില്ല എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കോഴിക്കോട് നഗരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരിലേക്കും ഓടിയെത്തുന്നത് SM സ്ട്രീറ്റ് ആണ്. മുട്ടായി തെരുവ് എന്നറിയുന്ന SM സ്ട്രീറ്റിന് ഈ നഗരവും ഈ ജില്ലയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. കോഴിക്കോടിന്റെ ഒരു ഷോപ്പിംഗ് സങ്കല്പത്തിലേക്ക് എന്നും മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു മേഖലയാണ് SM സ്ട്രീറ്റ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ഒരു വ്യാപാര മേഖല ഇന്ന് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. കോഴിക്കോട് നഗരത്തിന്റെ അഭിമാനമായിട്ട് തന്നെയാണ് ഈ മേഖല ഇന്നും സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തെ ഫാക്ട്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് വൈഫൈ അടക്കമുള്ള സൗകര്യങ്ങളുള്ള ഒരു ആധുനിക ബസ് സ്റ്റോപ്പ് കോഴിക്കോട് ജില്ലയിലുണ്ട്. FM സ്റ്റേഷൻ, വൈഫൈ ടെക്നോളജി, ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ കൺട്രോളിലുള്ള CCTV ക്യാമറ തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമുള്ള ആധുനികമായിട്ടുള്ള ബസ് സ്റ്റോപ്പ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാനാഞ്ചിറ ഭാഗത്ത് ഉണ്ട് എന്നൊരു പ്രത്യേകത കൂടി കോഴിക്കോടുണ്ട്. രണ്ടാമത്തെ ഫാക്ട്, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടും ഗൾഫ് സംസ്കാരവുമായിട്ടും ഒക്കെ ഒരു ബന്ധമുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം കോഴിക്കോട് കൂടുതൽ ആൾക്കാരും ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൾഫിൽ കാണുന്ന പോലെ തന്നെ ധാരാളം ഷോപ്പിംഗ് സെന്ററുകൾ കോഴിക്കോട് ജില്ലയിൽ വളരെ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ചില മാളുകൾ നമുക്ക് നോക്കാം. ഒന്ന് ഫോക്കസ് മാൾ ആണ്, അതുപോലെ RP മാൾ ഉണ്ട്, മാൾ ഓഫ് ജോയ് ഉണ്ട്, ഹൈലൈറ്റ് മാൾ ഉണ്ട്, അതുപോലെ തന്നെ ലുലു മോളിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്, അത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെ നിരവധി പുതിയ മാളുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലുണ്ട്. കോൺഫിഡന്റിന്റെ ഉണ്ട്, അതുപോലെ ഓർബിറ്റ് മാൾ ഉണ്ട്, ബിഗ് ബസാർ ഓൾറെഡി തന്നെ ഉണ്ട്. അങ്ങനെ നിരവധി മാളുകൾ കൂടിയുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. എട്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ടൂറിസം രംഗത്തും കോഴിക്കോട് ഒട്ടും പിന്നിലല്ല. കക്കയം ഡാം, തുഷാരഗിരി വെള്ളച്ചാട്ടം, മാനാഞ്ചിറ സ്ക്വയർ, ബേപ്പൂർ തുറമുഖം, കടലുണ്ടി, വാന നിരീക്ഷണ കേന്ദ്രം, അതുപോലെ കോഴിക്കോട് കടൽ തീരം, കാപ്പാട് കടൽ തീരം. കാപ്പാട് നമുക്കറിയാം വാസ്കോ ഡ ഗാമയായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ ചരിത്രം പറയുന്ന ഒരു കടൽ തീരമാണ് കാപ്പാട്.
അതുപോലെ തന്നെ പെരുവണ്ണാമുഴി ഡാം, ലോകനാർക്കാവ് ക്ഷേത്രം, വെസ്റ്റ് ഹിൽ അക്വേറിയം, അങ്ങനെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട്. 9ാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് വടക്കൻ പാട്ടുകളുടെയും തിറയാട്ടത്തിന്റെയും മാപ്പിളപ്പാട്ടുകളുടെയും കൂടി നാടാണ് കോഴിക്കോട് ജില്ല. നമ്മൾ മലയാളികളുടെ സംസ്കാരവുമായിട്ട് ബന്ധമില്ലാതിരുന്നിട്ട് കൂടി ഗസൽ സംഗീതത്തോടും ഈ ജില്ലാ നിവാസികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനിവേശമുണ്ട്. അതുപോലെ തന്നെയാണ് ഫുട്ബോളും നമ്മൾ മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടും ഫുട്ബോൾ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കായിക വിനോദമാണ്. ഈ കളി ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. ഫുട്ബോളിന്റെ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അപ്രസക്തമാണെങ്കിൽ കൂടി ലോകോത്തര താരങ്ങൾക്കെല്ലാം ഇവിടെ പ്രബലമായിട്ടുള്ള ആരാധക വൃന്ദമുണ്ടെന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. 10ാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ട് ബന്ധമുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ജില്ലയിലുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചാത്തമംഗലത്തുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ട് കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. ഫറൂഖ് കോളേജ് വളരെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള ഒരു കോളേജാണ്. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് ഉണ്ട്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട്. അങ്ങനെ നിരവധി ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ള ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിലെല്ലാം തന്നെ സ്കൂൾ കലോത്സവങ്ങളിലടക്കം വളരെ മികച്ച പ്രകടനങ്ങളാണ് ഈ ജില്ലയിലെ കുട്ടികൾ കാഴ്ചവെക്കാറുള്ളത്. ഒരുപാട് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കാര്യങ്ങൾ ഈ ജില്ലയെക്കുറിച്ച് പറയാനുണ്ട്. തീർച്ചയായിട്ടും പാർട്ട് 2, 3 നമുക്കത് കേൾക്കാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.